ഒരിക്കലും തുറക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ കരുതുന്ന ആ കതകിൻ്റെ താക്കോല് നിങ്ങളുടെ കൈകളിൽ ഇരിക്കുമെന്നാണ് ഇന്നത്തെ ദൂതിൻ്റെ ആദ്യ ഭാഗത്ത് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഒരിക്കൽ കൂടെ ആ വാക്ക് ഞാൻ ആവർത്തിക്കാം. ഒരിക്കൽ പോലും തുറക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ കരുതുന്ന ആ വാതിലിൻ്റെ താക്കോൽ ഇനി നിങ്ങളുടെ പോക്കറ്റിലായിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഞെട്ടിത്തെറിച്ചു പോകുന്നൊരു വിടുതലും അത്ഭുതവും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. വിശുദ്ധ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ പരിശുദ്ധ വചനം. ആകയാൽ നിങ്ങളിനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. പ്രാർത്ഥിക്കാനായി ക്ഷണിക്കപ്പെട്ട ഒരു വീട്ടിലേക്ക് ചില നാളുകൾക്ക് മുൻപ് പുറകിൽ ചെന്ന ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. കേരളത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശത്താണ്. ധാരാളം വെള്ളവും വയലേലകളുമുള്ള ആ മനോഹര നാട്ടിൽ വളരെ സന്തോഷപൂർവ്വം യാത്ര ചെയ്ത് എന്നെ ക്ഷണിച്ച വീടിൻ്റെ മുറ്റത്ത് ഞാൻ ചെന്നു. വളരെ 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 മനോഹരമായി പണിതിരിക്കുന്ന മതിലുകളും വലിയൊരു പടുകൂട്ടൻ ഗേറ്റും പലതരത്തിലുള്ളതായ മാമ്പഴങ്ങൾ കായ്ച്ചു കിടക്കുന്ന മാവുകളാൽ ചുറ്റപ്പെട്ട വലിയൊരു പരിസരവും നെടുനീളത്തിൽ പണിതിട്ടിരിക്കുന്ന ഒരു വമ്പൻ വീട്. നല്ല കല്ലുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്ന അതിൻ്റെ മീതെ നടന്നിറങ്ങി അകത്ത് കയറുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആ പുറത്ത് അതിൻ്റെ മനോഹാരിതയും ആ കാറ്റുമൊക്കെ ഇങ്ങനെ കൊണ്ട് കുറച്ചു നേരം നിൽക്കണമെന്ന് തോന്നിപ്പോവും. അത്ര മനോഹരമായിരിക്കുന്ന പരിസരമുള്ളൊരു വലിയ വീട്. പ്രാർത്ഥനയോടെ ആ ഭവനത്തിലേക്ക് കയറി അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങാൻ നേരം ആ കുടുംബാംഗങ്ങളിൽ ചിലർ പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളുടെ മോള്, അതായത് മകൻ്റെ വൈഫിൻ്റെ വീട് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറയാണ്. ദേവദാസൻ അവിടെയും കൂടെ ഒന്ന് കയറുമെങ്കിൽ ഉപകാരമായിരുന്നു, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു, 5 കിലോമീറ്റർ ദൂരം പോകേണ്ടത് പാസ്റ്ററെ, ഇത് വണ്ടി ചെല്ലണമെന്നുണ്ടെങ്കിൽ 5 കിലോമീറ്റർ പോകണം. ഒരു കടത്തുണ്ട്, കടത്ത് കയറിയാൽ പോകുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെല്ലാം. പാസ്റ്റർ കടത്തേ കയറുന്നോ? അങ്ങനെ ആ കുടുംബത്തിൻ്റെ ആ ഒരു അഭ്യർത്ഥന മാനിച്ച് എപ്പോഴും പതിവില്ലല്ലോ, അതൊരു കാര്യമാണല്ലോ വള്ളത്തെ കയറി പോവുക എന്ന് പറയുന്നത്. അങ്ങനെ ആ വള്ളത്തെ കയറി അക്കരെ ചെന്നപ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരു കുഞ്ഞു വീട്. ആ കുഞ്ഞു വീടിൻ്റെ ആ ഒരു പരിസരം പശുവിനെയൊക്കെ വളർത്തി ജീവിക്കുന്ന തനി ഗ്രാമീണമായിരിക്കുന്ന ആ നാടിൻ്റെ കൾച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന ജീവിത പരിസരങ്ങളെയാണ് ഞാനവിടെ കണ്ടത്. ഞങ്ങളും പശുവിനെയൊക്കെ വളർത്തി ജീവിച്ച മനുഷ്യരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ കഴിയും. ഞാൻ വളരെ സന്തോഷത്തോടെ ആ ഭവനത്തിലും കയറി പ്രാർത്ഥിച്ചു. അന്നേരം ഞാൻ ആ കുടുംബത്തോട് ചോദിച്ചു, മോളെ, ഞാൻ കെട്ടിച്ചയച്ച വീട്ടിലാണല്ലോ ആദ്യം വന്നത്, അത്ര വലിയൊരു ഭവനത്തിലേക്ക് ഇതുപോലൊരു സാഹചര്യത്തിൽ നിന്നൊരു മോൾക്ക് എത്താൻ കഴിഞ്ഞതൊരു ഭാഗ്യം തന്നെയല്ലേ? അന്നേരം ആ പെൺകുട്ടി പറഞ്ഞു, പാസ്റ്ററെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞങ്ങളുടെ അച്ഛൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്, ഞങ്ങൾ ജീവിച്ച് മുന്നോട്ട് വന്നത്. എന്നാൽ ഇന്ന് ഞാൻ പാർക്കുന്ന ആ വീട്ടിൽ ഇന്ന് ഞാൻ അവിടെ മകൾ തന്നെയാണ്, മരുമോളൊന്നും അല്ല. പക്ഷേ ഒരു നാളത്ത് ആ വീടിൻ്റെ ആ ഒരു പരിസരത്തിലൂടെ ഈ കടത്ത് കയറി എൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് നടന്നു വരുമ്പോൾ ഇത്ര വലിയൊരു വീട്, അതെത്ര വലുതാണ്, അതിൻ്റെ സംവിധാനങ്ങളൊക്കെ, അതിൻ്റെ ചുറ്റുമതിലൊക്കെ, എന്താണ് ഇതിൻ്റെ അകത്തുള്ളതെന്നൊക്കെ പലപ്പോഴും ഒന്ന് എത്തി നോക്കണമെന്ന് പോലും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ആ മതിലിൻ്റെ വലിപ്പം നമുക്ക് കൈയെത്തി പിടിക്കാൻ കഴിയുന്നതിനേക്കാളും വലിപ്പമുള്ളതായതുകൊണ്ട് കയറാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഈ മതിലിനപ്പുറത്ത് സൗഭാഗ്യങ്ങൾ നിറഞ്ഞൊരു വലിയ മണിമാളികയുണ്ട് എന്നൊക്കെ അറിയാം. ആ നിലയിൽ ഇതുവഴി ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ബസ്സിലൊക്കെ ഇരുന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശമൊക്കെ ഒന്ന് കാണാം ആ വീടിൻ്റെ മേൽക്കൂരയൊക്കെ. ആ രീതിയിലാണത് പണിത് വെച്ചിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ ആ നാട്ടുകാർ അവരുടെ മകന് വേണ്ടി ഒരു വീട്ടുകാരൊരു കല്യാണം ആലോചിക്കുന്ന സമയത്ത് പല ആലോചനകൾ വന്നിട്ടും ആ ചെറുപ്പക്കാരന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഒരു ദിവസം തങ്ങളുടെ വീടിൻ്റെ വാതിലിലൂടെ കൂട്ടുകാരുടെ കൂടെ കടന്നു പോകുന്ന ആ തനി നാട്ടിൻപുറത്തുകാരിയായ പെൺകുട്ടിയെ കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരന് അവൾ ആരാണെന്നും അവളെ തൻ്റെ ജീവിതസഖിയാക്കണമെന്നുമുള്ളതായ ഒരു താല്പര്യം വന്ന് അവൻ തൻ്റെ അപ്പനോട് പറഞ്ഞു. അന്വേഷിച്ചു. ആ നല്ല കുടുംബം അവരുടെ പണത്തിൻ്റെ കൊഴുപ്പൊന്നും കാണിക്കാതെ തന്നെ
ആ കുടുംബത്തിൽ ചെല്ലുകയും ഞങ്ങളുടെ മകന് നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ നൽകുമോ എന്ന് സന്തോഷത്തോടുകൂടി ചോദിക്കുകയും ആഘോഷപരമായി ആ വിവാഹം നടക്കുകയും ചെയ്തു. ഈ പെൺകുട്ടി എന്നോട് അവളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സംഭവബഹുലമായിരിക്കുന്ന രൂപാന്തരത്തിൻ്റെ ജീവിത അനുഭവം പറഞ്ഞപ്പോൾ സത്യത്തിൽ മടങ്ങി വരുന്ന വഴിയിൽ എൻ്റെ ഹൃദയത്തിൽ സ്ട്രൈക്ക് ചെയ്തത് ഈ ദൈവവചനമാണ്. ഒരിക്കൽ നാം അന്യരും പരദേശികളുമായിരുന്നൊരിടം, പുറത്ത് വീടിൻ്റെ ആ മതിലുകളെ മാത്രം നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്നൊരവസ്ഥയിൽ നാം സഞ്ചരിച്ചിരുന്നവർ. പക്ഷേ ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത് അവകാശികളുടെ സ്ഥാനത്ത് നാം എത്തിയിരിക്കുന്നു. ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിലും നമ്മുടെ ലൈഫിൽ നടന്നത്. നമ്മൾ ദൈവ കുടുംബത്തിൻ്റെ വലിപ്പത്തിൻ്റെ ആ നിഴല് പോലും കൊള്ളാനോ അതിൻ്റെ പരിസരത്ത് പോലും ചെല്ലാനോ അർഹതയോ അവകാശമോ ഉള്ളവർ ആയിരുന്നില്ല. എന്നാൽ ആ നിലയിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മളോട് തോന്നിയ അഗാധമായൊരു സ്നേഹം നമ്മളെ ദൈവ കുടുംബത്തിൽ അർഹരും അവകാശികളും ആക്കി തീർത്തു. ആകയാൽ നിങ്ങളിനി അന്യരും പരദേശികളുമല്ല എന്ന് ഈ ദൈവവചനം നമ്മളോട് പറയുന്നു. നിങ്ങളിനി ഈ വീട്ടിൽ അന്യരല്ല, നിങ്ങളിനി ഈ വീട്ടിൽ പരദേശികളല്ല. അതിൻ്റെ കാരണം, അങ്ങനെ പറയാനുള്ള കാരണം, ഒരിക്കൽ നിങ്ങൾ അന്യരായിരുന്നു, ഒരിക്കൽ നിങ്ങൾ പരദേശികളായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല. ഒരിക്കൽ നിങ്ങൾ അന്യരും പരദേശികളുമായിരുന്ന ഇടത്ത് ഇപ്പോൾ നിങ്ങൾ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമാണ്. ദൈവത്തിൻ്റെ വീട്ടിലെ കുടുംബാംഗമായി നീ മാറിയിരിക്കുന്നു. ഈ ലോകത്തിലെ ഏത് രാജകുടുംബത്തിലെ അംഗമാണെന്ന് പറയുന്നതിനേക്കാളും ഞാൻ ദൈവ കുടുംബാംഗമായി മാറിയിരിക്കുന്നു എന്ന് പറയാനുള്ളതായ ഭാഗ്യാവസ്ഥ യേശു ക്രിസ്തുവിൽ നമുക്ക് വന്നിരിക്കുന്നു. ഈ സൗഭാഗ്യം നമുക്ക് ലഭിക്കുവാൻ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ നാഥനും രക്ഷകനുമായി അംഗീകരിച്ചാൽ മാത്രം മതി. കാൽവറിയിലൂടെ യേശുവിൽ വെളിപ്പെട്ട ത്യാഗസമ്പന്നമായിരിക്കുന്ന ദിവ്യപ്രവൃത്തി നമ്മളുടെ ജീവിത രൂപാന്തരീകരണത്തിനും രക്ഷയ്ക്കും നമ്മുടെ നിത്യതയ്ക്കും വേണ്ടി മാത്രമായിരുന്നുവെന്ന് ലളിതമായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ഈ സൗഭാഗ്യത്തിൻ്റെ കതകുകൾ തുറന്നു ലഭിക്കും എന്നുള്ളതാണ് സത്യം. സ്നേഹം നിറഞ്ഞവരെ, വാക്കുകളെ വലിച്ചു നീട്ടാതെ ഇത് ചുരുക്കേണ്ടത് അനിവാര്യമാകയാൽ 1-2 വാക്കുകൾ നിങ്ങളോട് പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പുറത്തു മാത്രം, മതിലിൻ്റെ പുറത്തു മാത്രം നിന്ന നിന്നെ വീടിൻ്റെ അകത്ത് ബന്ധുവാക്കി, ഏറ്റവും ബന്ധമുള്ള അവകാശമുള്ള ആളാക്കി കയറ്റുന്ന ഒരു ചടങ്ങ് ഇവിടെ നടക്കാൻ പോവുകയാണ് കേട്ടോ. ഇന്ന് രാവിലെ ദൈവം അതാണ് നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നത്. ആ പെൺകുട്ടി എന്നോടൊരു കാര്യം പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ ചേട്ടൻ്റെയും കല്യാണം കഴിഞ്ഞതിൻ്റെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അനീതയുടെ കല്യാണം കഴിഞ്ഞു. ആ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി മറ്റൊരു ഭവനത്തിലേക്ക് പോവുകയായിരുന്നു. ഓർത്തു നോക്കണം, ആ വീട്ടിൽ കയറാൻ ഒരിക്കലും യോഗ്യതയില്ല എന്ന് കരുതിയിരുന്നവർ ആ വീട്ടിലേക്ക് സ്വന്തം മകൾ എന്ന നിലയിൽ ആ മകൻ്റെ ഭാര്യയായി അവകാശത്തോടെ കയറിയപ്പോൾ മകളായിരുന്നു ആ വീട്ടിൻ്റെ സ്വന്തം പുത്രിയായിരുന്നവൾ മറ്റൊരു വിവാഹം കഴിച്ച് അവൾ ആ വീട്ടിൽ നിന്നും വേറൊരു കുടുംബത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇതെന്തൊരു പ്രതിഭാസമാണല്ലേ! സത്യത്തിൽ ഇതാണ് ക്രിസ്തുവിലുള്ള വിവാഹബന്ധ ഉടമ്പടി എന്ന് പറയുന്നത്. നമുക്കിന്ന് വരെയും കാണാൻ കഴിയാത്ത സൗഭാഗ്യത്തിലേക്ക് ദൈവം നമ്മളെ കൂട്ടിച്ചേർക്കുകയാണ്. നിങ്ങൾ മതിലിൻ്റെ പുറത്തായിരുന്നു, അനുഗ്രഹങ്ങളുടെ പുറത്തായിരുന്നു, നിങ്ങൾ ശാപത്തിലായിരുന്നു, നിങ്ങൾ വേദനകളിലും തകർച്ചകളിലുമായിരുന്നു. പക്ഷേ യേശു ക്രിസ്തു നിങ്ങളെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഇന്ന് രാവിലെ ഈ ദൈവാലോചന കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, ഒരിക്കലും നിനക്ക് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു മഹാഭാഗ്യം നിനക്കായി ഒരുങ്ങി വരികയാണ്. ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് ലഭിക്കത്തില്ല എന്ന് നീ ചിന്തിക്കുന്ന ഒരു വലിയ അനുഗ്രഹം യേശു മുഖാന്തരം നിനക്ക് ലഭിക്കാൻ പോവുകയാണ്. ഒരു വാതിൽ നിന്റെ മുമ്പിൽ തുറക്കപ്പെടും. ഇന്ന് നീ പടിക്ക് പുറത്തെന്ന് പറഞ്ഞു നിൽക്കുന്ന ഇടത്ത് നീ അവകാശിയായി കയറാൻ പോവുകയാണ്. ഒരു പക്ഷേ ഒരു ജോലി സ്ഥാപനമായിരിക്കാം, ഏതെങ്കിലും ഒരു രാജ്യമായിരിക്കാം. ഇന്ന് ഏതൊരു നാട്ടിൻപുറത്തിലെ ഒരു കുഞ്ഞു വീട്ടിലിരുന്നുകൊണ്ട് ദൈവിക ദൂത് കേൾക്കുമ്പോൾ നാളെ ഒരു സമ്പന്ന രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗികമായിരിക്കുന്ന ഒരു പദവിയിൽ, അവിടുത്തെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഡയറക്ടിംഗ് ബോർഡിൽ, അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ദൈവം നിന്നെ ഇരുത്തും എന്ന് ഞാൻ പറഞ്ഞാൽ അതിന് ആമേൻ പറയാൻ, അതിനെ ചാടിപ്പിടിക്കാൻ നിനക്ക് പറ്റുമോ? കേവലം സാധാരണ സാമ്പത്തിക അവസ്ഥയിൽ മാത്രം നിലനിൽക്കുമ്പോൾ ഒരു ദേശത്തെ അല്ലെങ്കിൽ 100 കണക്കിന് കുടുംബങ്ങളുടെ അത്താണിയായി മാറത്തക്ക നിലയിൽ അനേകരുടെ ജീവിതത്തെ പടുത്തുയർത്തുന്ന ഒരു സാമ്പത്തിക ശക്തിയാക്കി ദൈവം നിന്നെ വളർത്തുമെന്ന് ഞാൻ പറഞ്ഞാൽ, അതേ ദൈവം എൻ്റെ ലൈഫിൽ അത് ചെയ്യുമെന്നുള്ള ഉറപ്പോടുകൂടി അതിന് ആമേൻ പറയാൻ കുഞ്ഞെ നിനക്ക് കഴിയുമോ? കാരണം നിന്റെ ജീവിതത്തെ മാറ്റുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. പ്രാരംഭത്തിൽ പറഞ്ഞ വാക്ക് ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും തുറക്കപ്പെടുകയില്ല എന്ന് നീ കരുതുന്നൊരു വാതിൽ, ഇതെന്തോ ഒരു സംഭവമാണ് എന്ന് നിങ്ങൾ കരുതുന്നൊരു സംഗതി, അതിൻ്റെ താക്കോൽ കൂട്ടങ്ങൾ എടുത്ത് നിന്റെ പോക്കറ്റിലോട്ട് വെച്ച് തരുന്ന ആ സന്തോഷകരമായ കൈമാറ്റത്തിൻ്റെ നിമിഷം നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസിൻ്റെ കയ്യിലേക്ക് യേശു കൊടുത്തുവെങ്കിൽ ഈ ഭൂമിയിലെ ചില സൗഭാഗ്യങ്ങളുടെ താക്കോൽ നിന്റെ കൈകളിലും അവിടെ ഏൽപ്പിക്കും.
ധൈര്യത്തോടെ ഇന്ന് രാവിലെ ഈ ദൂതൻ ആമേൻ പറ. ചില സൗഭാഗ്യങ്ങളുടെ താക്കോൽ എൻ്റെ കൈകളിൽ വരും. ചില നല്ല കാലങ്ങളുടെ താക്കോൽക്കാരനായി ഞാനും മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. ജീവിതത്തിൻ്റെ മേൽ രൂപാന്തരീകരണങ്ങളുടെ അനുഗ്രഹങ്ങൾ വെളിപ്പെടുന്ന ഈ പുലരിയിൽ എനിക്കൊരിക്കലും ചിന്തിക്കാൻ വയ്യാത്തൊരു സൗഭാഗ്യത്തിലേക്ക് ഞാൻ ഏറ്റവും അടുത്ത അവകാശിയും ബന്ധുവുമായി കയറാൻ പോകുന്നു എന്നുള്ള സൗഭാഗ്യത്തിൻ്റെ ദൂതാണ് യേശു പറയുന്നത്. ഇത് ചില യാത്രകളെ തുറക്കുന്ന വേടാണ്. ഇത് ചില പദവികളിലേക്ക് നിന്നെ എത്തിക്കുന്ന ദൈവാലോചനയാണ്. ഇത് ചില പ്രത്യേകമായിരിക്കുന്ന ജോലിയുടെ മഹിമയിലേക്ക് നിന്റെ ജീവിതത്തെ ഉയർത്തുവാൻ ദൈവമൊരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നീ ഇത് കേൾക്കുന്നത്. ഇപ്പോഴത്തെ ചെറിയ നിലയിൽ നിന്നും നിനക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു സൗഭാഗ്യ സ്ഥാനത്തേക്ക് ദൈവം നിന്നെ കയറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഏതാനും ദിവസങ്ങൾക്ക് പുറകിൽ എന്നെ കണ്ട് പ്രാർത്ഥിക്കുവാൻ വന്ന സഭയിൽ ആൾക്കാരുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ നിന്നൊരു ആൻറ്റിയോടൊരു വാക്ക് പറഞ്ഞു. പാസ്റ്ററേ, 2025 ജനുവരി മാസം 1-ാം തീയതി കേട്ട ദൈവാലോചനയിൽ 105 ദിവസങ്ങൾക്കകം ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളതായി ദൂത് ഞാൻ ഏറ്റുപിടിച്ച് പ്രാർത്ഥിച്ച ആളാണ്. ആ 105-ാം പൊക്കമാണ് എൻ്റെ മകൾക്ക് വിസ വന്നത്. പക്ഷേ അതിൽ ചില തടസ്സങ്ങളുണ്ടായി. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജൂൺ മാസം 2-ാം തീയതി ദൈവം യാത്രയൊരുക്കുമെന്ന് പറഞ്ഞു. കൃത്യം ജൂൺ മാസം 2-ാം തീയതി എൻ്റെ മകൾ കയറിപ്പോയി. ആ കൃത്യമായ ഡേറ്റുകൾ സംഖ്യകൾക്കനുസൃതമായി ഞങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു. എന്നിട്ട് ആ സ്ത്രീ ഒരു വാക്കിനോട് പറഞ്ഞു, US-ൽ എൻ്റെ മകൾക്ക് സ്പോൺസറായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു സ്പോൺസർ ഇല്ലാതെ തന്നെ വാതിൽ തുറക്കപ്പെട്ടു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വളരെ വലുതാണ്. ഈ ഒരു സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുമ്പോൾ നിങ്ങളോടും ഇന്ന് രാവിലെ ഞാൻ പറയുന്നു, സാധ്യതകളില്ലായിരിക്കാം, പക്ഷെ നീ ആദരിക്കപ്പെടും. അവസ്ഥകളോ അവസരങ്ങളോ ഇല്ലായിരിക്കാം, പക്ഷെ നിന്റെ മേൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. ദൈവം മരുഭൂമിയെ മലർവാടിയാക്കുന്ന പൂന്തോട്ടമാക്കുന്ന കലാകാരനാണ്, കൃഷിക്കാരനാണ്. വരണ്ട നിലത്ത് തോട് വെട്ടുന്ന ആ നീർത്തട പദ്ധതിയുടെ സൃഷ്ടിതാവാണ് എൻ്റെ കർത്താവ്. തകർന്നും മുടിഞ്ഞും ഗതിയില്ലാതെ പോയവൻ്റെ ജീവിതത്തെ രാജകീയമാക്കി മാറ്റുന്ന ആ അത്ഭുതകരമായ മാജിക് ഇന്നും ദൈവം ചെയ്യാറുണ്ട്. നിങ്ങളുടെ ലൈഫിലും ആ ചാൻസ് ഓപ്പൺ ആകുകയാണ്. റെഡിയാണോ? ഞങ്ങളുടെ ദൈവമേ, സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, യേശു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്നത്തെ ദൈവിക ദൂതിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ലൈഫിനകത്തൊരു ട്രാൻസ്ഫോർമേഷൻ ഒരുക്കുകയാണല്ലോ. അതിശക്തമായ വിടുതലുകളും ഇന്നുവരെ കാണാത്ത ദൈവപ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് ദൈവം ഞങ്ങളുടെ ജീവിതത്തെ അത്യുന്നതമായ ഒരു വിശാലതയിലേക്ക് ഉയർത്തി മാനിക്കുന്ന വൻ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പുതിയ ചില അവസരങ്ങൾ വരുന്നു. പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ ഭരമേൽപ്പിക്കപ്പെടുന്നു. ചിലർ മാറ്റപ്പെടുന്നു. ആ സ്ഥാനത്തേക്ക് ആരെന്നുള്ള ചോദ്യത്തിന് ഇവർ ഉത്തരമായി ദൈവത്താൽ നിയമനം ചെയ്യപ്പെടാൻ പോകുന്നു. ആ വലിയ ഡോറ് തുറക്കപ്പെടും. ഇവർക്ക് വേണ്ടി ഒരിക്കലും ചലിക്കത്തില്ലെന്ന് കരുതുന്ന ആ തടസ്സങ്ങളെ നീക്കുന്ന ആ വാതിൽ തുറന്നിട്ട് അതിൻ്റെ താക്കോൽ ഇവരുടെ കൈകളിൽ വെച്ചു കൊടുക്കുന്ന നിലയിൽ ദൈവം ഇവരുടെ കൈകളിൽ ചിലത് ഏൽപ്പിച്ചു കൊടുക്കുന്ന നാളുകൾ വരുന്നതിനായി സ്തോത്രം. അസാധാരണം, അത്ഭുതം, വിവേകം കൊണ്ട് ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്തൊരു മഹാകാര്യം ഇവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ സംഭവിപ്പാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങൾ അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ഞങ്ങളെ സ്വർഗീയ കുടുംബത്തിൽ അവകാശികളാക്കാമെങ്കിൽ ഭൂമിയിൽ അവകാശങ്ങൾ തരുന്നത് എത്രയോ നിസ്സാരമാണ്. ഞങ്ങളെ ദൈവത്തിൻ്റെ കുടുംബത്തിൽ ഞങ്ങളെ കയറ്റാമെങ്കിൽ ഇവിടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾക്കൊരു പൊസിഷൻ തരാൻ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന രാജ്യത്തിൽ ഞങ്ങൾക്കൊരു പൗരത്വം തരാൻ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തേക്കൊരു യാത്രയുടെ ഡോറ് തുറക്കാൻ ദൈവത്തെ കൊണ്ട് നിസ്സാരമായി കഴിയും. ആ നിലയിൽ അത്ഭുതങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ആ ദൈവപ്രവൃത്തിക്കായി കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതം വെച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൊന്നോമന മക്കളുകളെല്ലാം ഇന്ന് രാവിലെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നതിനായി സ്തോത്രം. ഇവരുടെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യങ്ങൾ, ശൂന്യതകൾ ഇറങ്ങിപ്പോകും. സമ്പൽ സമൃദ്ധി ഇവരുടെ ഭവനത്തിൽ നിറയും. ഐശ്വര്യങ്ങളുടെ ആധിക്യം കൊണ്ട് ഇവരുടെ ഭവനം ദൈവത്താൽ സന്തോഷിക്കും. യേശു ഞങ്ങളെ ഇത്രത്തോളം ഉയർത്തി എന്നുള്ള സാക്ഷ്യവാചകങ്ങൾ ഇവർ വാതോരാതെ മനുഷ്യരോട് പറയുന്നവരായി മാറും. ആ നിലയിൽ ഇവരുടെ ജീവിതത്തിൻ്റെ മേൽ വേണ്ടതെല്ലാം നൽകി, ചിന്തിക്കുന്നതിലും ഉപരിയായുള്ളത് അനുവദിച്ച് നൽകിക്കൊണ്ട് ഇവരെ എൻ്റെ പിതാവ് രാജകീയമായി മാനിച്ചുയർത്തുന്നതിനായി സ്തോത്രം. എൻ്റെ ഹൃദയം തുറന്ന് എൻ്റെ രക്ഷകരാം യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്ത് IMA ഹാളിൽ നമ്മുടെ വിശുദ്ധ കൂട്ടായ്മകൾ നടക്കുന്നു. ഈ ശുശ്രൂഷയിൽ വന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാം കേട്ടോ. ഞാൻ നിങ്ങളെ ഒഫീഷ്യലി വെൽക്കം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏറിയ വിശാലതകൾ, അഭിവൃദ്ധികൾ, സമ്പൽ സമൃദ്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിറയട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.